നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയായ സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമം പദ്ധതിയുടെ ശിലാസ്ഥാപനം എടക്കഴിയൂരിൽ നടത്തി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ മുഖേനയാണ് അതിന്റെ സംവിധാനം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, കിസാൻ സമ്മാൻ നിധി നമ്മുടെ കൃഷി ഭവനിൽ കൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവമായിട്ടെടുത്ത് നാളെ ഒരിക്കൽ ഒരു 3 വർഷമോ 4 വർഷമോ കഴിഞ്ഞ് അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുന്ന അവസരത്തിൽ നിങ്ങൾ മത്സ്യപ്രവർത്തകരാണ് എന്ന് തെളിയിക്കേണ്ടി വരും. കാരണം ആനുകൂല്യങ്ങൾ കിട്ടുന്ന അവസരത്തിൽ അത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി അനേകം ആൾക്കാർ രംഗത്ത് വരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് സമീപിച്ചു കഴിഞ്ഞാൽ അവരെ രജിസ്റ്റർ ചെയ്തു തരും, അല്ലെ അതിന്റെ സംവിധാനം ചെയ്തു തരും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. NK അക്ബർ MLA തറക്കല്ലിടൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്ക് ജീവനോപാധികൾ വിതരണം ചെയ്യുന്നതിനുമായി 6,91,56,000 രൂപയുടെ പദ്ധതികളാണ് മത്സ്യഗ്രാമത്തിൽ നടപ്പിലാക്കുന്നത്. ഇതിൽ 3.57 കോടി രൂപ കേന്ദ്രവിഹിതവും 3.34 കോടി രൂപ സംസ്ഥാന വിഹിതവും 6.91 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഘടക പദ്ധതിയായി നടപ്പിലാക്കുന്ന മത്സ്യഗ്രാമം പദ്ധതി തീരദേശ ഗ്രാമങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ സമഗ്ര പുരോഗതി കൈവരിക്കുന്നതിന് ലക്ഷ്യമിടുന്നു. പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനത്ത് നിന്നും തെരഞ്ഞെടുത്ത 9 തീരദേശ ഗ്രാമങ്ങളിൽ എടക്കഴിയൂരിനെയാണ് തൃശൂർ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുള്ളത്. ചടങ്ങിൽ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് റീജിയണൽ മാനേജർ KG രമേശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിഹാബ്, പൊന്നിയൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ MK അറഫാത്ത്, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മത്സ്യത്തൊഴിലാളികളും പങ്കെടുത്തു. പഴഞ്ഞിയിൽ കോൺക്രീറ്റ് മിക്സിംഗ് ലോറി ചെരിഞ്ഞു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്തുള്ള സുരേന്ദ്ര ഹോട്ടലിന് മുൻപിൽ വെള്ളിയാഴ്ച വൈകിട്ട് 7ഓടെയാണ് സംഭവം. സമീപത്ത് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലേക്ക് കോൺക്രീറ്റ് മിക്സിങ്ങിനായി എത്തിയ കൂറ്റൻ ലോറിയാണ് ഹോട്ടലിന് മുന്നിൽ നിർത്തിയതോടെ ചെരിഞ്ഞത്. ഹോട്ടൽ തുറക്കാത്തതും സമീപത്ത് മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി. ക്രെയിൻ സർവീസ് എത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ ലോറി ഉയർത്താൻ കഴിഞ്ഞില്ല. മറ്റൊരു ക്രെയിൻ എത്തിച്ച് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ലോറി ഉയർത്താനായത്. കുന്നംകുളത്തു നിന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. പൊന്നയൂർ അകലാട് വിൽപ്പനയ്ക്കെത്തിച്ച 400 ഗ്രാം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. മുർഷിദാബാദ് സ്വദേശി 71 വയസ്സുള്ള അഹമ്മദ് അലിയെയാണ് വടക്കേക്കാട് SHO MK രമേശ്, SI PP ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇയാൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചിരുന്നെന്ന് നേരത്തെ വിവരമുണ്ടായിരുന്നു. അകലാട് ബദർപ്പള്ളി അടിപ്പാതയ്ക്ക് സമീപം കഞ്ചാവ് കൈമാറാനായി എത്തിയപ്പോഴാണ് പിടിയിലായത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഭരണസമിതി യോഗം തടസ്സപ്പെടുത്തി പ്രതിഷേധിച്ച പഞ്ചായത്ത് അംഗത്തിന്റെ നടപടി പരിഹാസ്യമെന്ന് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത്. കഴിഞ്ഞ ദിവസം നടന്ന ഭരണസമിതി യോഗത്തിലാണ് തന്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി തടസ്സം നിൽക്കുകയാണെന്ന് ആരോപിച്ച് വാർഡ് മെമ്പർ സമീറ ഷെരീഫ് നടുത്തളത്തിലിറങ്ങി ബാനർ ഉയർത്തി പ്രതിഷേധിച്ചത്. മെമ്പറുടെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ദുഷ്പ്രചരണങ്ങൾ മാത്രമാണെന്ന് പ്രസിഡന്റ് പ്രതികരിച്ചു. ഒരു വാർഡിനോടും അവഗണനയില്ല. MP ഫണ്ട് വാങ്ങിയതിന്റെ പേരിൽ മെമ്പറെ പാർട്ടി ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതിന്റെ പരിഭവം പഞ്ചായത്ത് ഭരണസമിതിയോട് കാണിക്കുന്നതിൽ അർത്ഥമില്ല. റോഡിന് ഭരണാനുമതി നൽകുന്നതിന് യാതൊരു കാലതാമസവും വരുത്തിയിട്ടില്ല. റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടില്ലെന്നും ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് തുടർ പ്രവൃത്തികളും നടത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഒരു വാർഡിനോടും പഞ്ചായത്ത് കമ്മിറ്റി ഒരു അവഗണനയും കാണിച്ചിട്ടില്ല. മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് എല്ലാ വാർഡുകളെയും നല്ല രീതിയിൽ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് എല്ലാവിധ പദ്ധതികളും നമ്മൾ ആവിഷ്കരിക്കുന്നത്. നല്ല രീതിയിലുള്ള പദ്ധതികൾ ഓരോ വാർഡിലും നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അറിയാം. എല്ലാ വാർഡിലും നമ്മൾ ഓരോ പദ്ധതികൾക്കും വേണ്ട രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയുന്ന 9ാം വാർഡിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ വെച്ചുകൊണ്ടാണ് അവരുടെ അംഗനവാടിക്ക് 3 സെന്റ് സ്ഥലം നമ്മൾ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നമ്മൾ എടുത്തത്. മാത്രമല്ല മെമ്പർ തന്നെ അവരുടെ ഗ്രാമസഭകളിൽ നമ്മൾ നൽകിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് രാഷ്ട്രീയ പ്രേരിതെന്ന് തന്നെ പറയാം, ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ദുഷ്പ്രചരണമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. തീർത്തും പരിഹാസ്യമാണ്. നമുക്കിതിൽ വേറെ ഒന്നും പറയുന്നത്. ലോക കൊതുക് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തി.
ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അനുബന്ധ പരിപാടികളും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാരി ശിവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി.പി. ശ്രീദേവി വിഷയാവതരണം നടത്തി. ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ അൽജോസി ചെറിയാൻ ദിനാചരണ സന്ദേശം നൽകി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.ജി. പ്രമോദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം.കെ. ഹരിദാസൻ, മെമ്പർമാരായ മുഹമ്മദ് ഷാഫി, സിന്ധു ബാലൻ, ടി.എസ്. മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ജി. സന്തോഷ് സ്വാഗതവും പഴഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ഇ.ആർ. ശ്രീകാന്ത് നന്ദിയും പറഞ്ഞു. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസ്, പഴഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രം, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കൊതുക് ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചത്. ജനങ്ങളിൽ പൊതുജന രോഗങ്ങളെക്കുറിച്ചും അതിന്റെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചുമുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ വർഷവും ഓഗസ്റ്റ് 20-നാണ് കൊതുക് ദിനാചരണം നടത്തുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കൊതുകുജന്യ രോഗങ്ങൾ, അവയുടെ പ്രതിരോധ മാർഗങ്ങൾ, വിവിധ എക്യുപ്മെന്റ്സുകൾ എന്നിവയെക്കുറിച്ചുള്ള പ്രദർശനം ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ആശാ പ്രവർത്തകർക്കും അങ്കണവാടി പ്രവർത്തകർക്കും വേണ്ടി ബോധവൽക്കരണ ക്വിസ് സംഘടിപ്പിച്ചു. കൂടാതെ അൻസാർ കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ്, ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും വിദ്യാർത്ഥികളും അണിനിരന്ന വിളംബര റാലി എന്നിവയും ഉണ്ടായി. പോർക്കുളം പഞ്ചായത്ത് 12-ാം വാർഡിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. അംഗീകൃത ഷൂട്ടർ മുകേഷിന്റെ നേതൃത്വത്തിലാണ് പന്നിയെ വെടിവെച്ചത്. ഗ്രാമസഭകളിൽ പൊതുജനങ്ങൾ നിരന്തരം കാട്ടുപന്നി ശല്യം ഉന്നയിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് വനം വന്യജീവി വകുപ്പിന്റെ അംഗീകൃത ഷൂട്ടർമാരുടെ ലിസ്റ്റ് ശേഖരിക്കുകയും പൊതുജനങ്ങൾക്ക് അവരെ ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറുകൾ അടക്കം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നികളെ കാണുകയാണെങ്കിൽ മെമ്പർമാരും പൊതുജനങ്ങളും അംഗീകൃത ഷൂട്ടർമാരെ ബന്ധപ്പെടേണ്ടതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. വോട്ടുകൊള്ളയ്ക്കെതിരെ പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് നടത്തി. മങ്ങാട് സെന്ററിൽ നിന്നും കുണ്ടന്നൂർ ചുങ്കം സെന്ററിലേക്ക് നടത്തിയ നൈറ്റ് മാർച്ച് DCC വൈസ് പ്രസിഡന്റ് C.O. ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് M.M. നിഷാദ് അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, DCC എക്സിക്യൂട്ടീവ് അംഗം P.S. സുനീഷ്, ബ്ലോക്ക് ഭാരവാഹികളായ M.K. ജോസ്, N.K. കബീർ, M.M. സലീം, C.G. ജോൺ, K. ഗോവിന്ദൻകുട്ടി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഫ്രിജോ വടക്കൂട്ട്, ഷാജൻ കുണ്ടന്നൂർ, സുജാത തുളസി, റീന വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന, ഇന്ത്യയിലെ മതേതരത്വം തകർക്കുന്ന, ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് സാധ്യതകളെ നശിപ്പിക്കുന്ന പദ്ധതികളുമായി ഇന്ത്യയിൽ ഏകാധിപത്യ ഭരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിക്കെതിരായി നരേന്ദ്രമോദി കൊണ്ടുവരുന്ന നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും എതിരായി അദ്ദേഹം നടത്തുന്ന ഇന്ന് ഏറ്റവും കൂടുതൽ നടത്തുന്ന വോട്ട് കൊള്ളയ്ക്കെതിരായി കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ ജനങ്ങളും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഇന്ന് ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി വോട്ടർമാരെ നേരിൽ കാണുന്നതിനായി KPCC ആഹ്വാനം ചെയ്ത ഗൃഹസമ്പർക്കവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജനങ്ങളുടെ കുറ്റപത്രമടങ്ങുന്ന ലഘുലേഖ വിതരണവും ചാലിശ്ശേരി പഞ്ചായത്ത് 12-ാം വാർഡിൽ തുടങ്ങി. വീടുകളിൽ വിതരണത്തിനായുള്ള ലഘുലേഖയും വാർഡ് കമ്മിറ്റികൾക്കുള്ള പ്രവർത്തന ഫണ്ട് സമാഹരണ കൂപ്പണുകളുടെ വിതരണവും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PV ഉമ്മർ മൗലവിയുടെ നേതൃത്വത്തിൽ നടന്നു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഉപാധ്യക്ഷരായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, പ്രദീപ് ചെറുവാശ്ശേരി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VR പ്രകാശ്, PP മുഹമ്മദ് കോയ, VK ബാലൻ, ജോബിൻ പനക്കൽ എന്നിവർ
ഗൃഹസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തു. പൊന്നോണക്കാലം ആഘോഷമാക്കി നാട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റ് കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും വിവിധ പൊതുസ്ഥാപനങ്ങളിലും വർണ്ണാഭമായ ഓണാഘോഷ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ഓണാഘോഷ പരിപാടിയിൽ വർണ്ണശബളമായ ഘോഷയാത്രയോടുകൂടി ആരംഭിച്ച ഓണാഘോഷ പരിപാടി പ്രധാനാധ്യാപിക ഡോക്ടർ സിസ്റ്റർ വിന്നി, സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ തോമസ് ചൂണ്ടൽ, PTA പ്രസിഡന്റ് ജോജി വർഗീസ്, MPTA പ്രസിഡന്റ് അനിത, മാവേലിമാരും ചേർന്ന് ഓണാഘോഷത്തിന് തിരി തെളിയിച്ചു. പ്രൗഢഗംഭീരമായ ഓണാഘോഷ പരിപാടിയിൽ മാവേലി മത്സരം, മലയാളി മംഗ മത്സരം, പൂക്കള മത്സരം, വടംവലി, ഓണപ്പാട്ട്, വഞ്ചിപ്പാട്ട് തുടങ്ങിയ മത്സരങ്ങളോടൊപ്പം ഓണത്തിന്റെ ദൃശ്യാവിഷ്കാരം നടന്നു. തുടർന്ന് ഓണസദ്യയും ഓണപ്പായസവും കുട്ടികളും അധ്യാപകരും PTA അംഗങ്ങളും ഒരുമിച്ച് കഴിച്ച് ഓണാഘോഷം സമാപിച്ചു. പോർക്കുളം MKM UP സ്കൂളിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. PTA പ്രസിഡന്റ് രതീഷ് KK അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. അഭിമന്യ സിറിൽ മാർ ബെസേലിയോസ് മെത്രാപ്പോലിത്ത മുഖ്യാതിഥിയായിരുന്നു. സഭാ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് മാത്യു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ, ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ, MPTA പ്രസിഡന്റ് ശരണ്യ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. പുലിക്കളി, മഹാബലി, വാമനൻ, മലയാളി മംഗ, ഓണപ്പാട്ട്, കേരള പുരുഷൻ എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. MPTA പ്രതിനിധികളുടെ തിരുവാതിര, കുട്ടികളുടെ ഓണവുമായി ബന്ധപ്പെട്ട ഊഞ്ഞാലാട്ടം, വള്ളംകളി, തുമ്പിത്തുള്ളൽ, വടംവലി, തിരുവാതിര തുടങ്ങിയ പരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. പ്രധാനാധ്യാപിക സ്റ്റെനി കെ സ്റ്റീഫൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ലിജോ മാസ്റ്റർ നന്ദി പറഞ്ഞു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം വെസ്റ്റ് മേഖലാ സമ്മേളനം നടന്നു. വൈശ്ശേരി വെസ്റ്റ് ഗേറ്റ് ഹബ്ബ് ഹാളിലെ ഭാഗ്യലക്ഷ്മിയമ്മ നഗറിൽ നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പുഷ്പ ജോൺ, ഏരിയ കമ്മിറ്റി അംഗം വിന്ധ്യ രഞ്ജിത്ത്, CPM ഏരിയ കമ്മിറ്റി അംഗം PM സുരേഷ്, PG ജയപ്രകാശ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജിന്നി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സെക്രട്ടറിയായി അനിത സുകുമാരനെയും പ്രസിഡന്റായി സൗമ്യ അനിലനെയും ട്രഷററായി രജി ബിജുവിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. അഖിലലോക ഗുരുവായൂരപ്പ ഭക്തജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ സത്സംഗവും തുടർന്ന് നാമജപ സങ്കീർത്തനത്തോടെ ക്ഷേത്രകലാ പ്രദക്ഷിണവും നടന്നു. 400-ൽ പരം ഭക്തർ പങ്കെടുത്ത പരിപാടിക്ക് ആചാര്യൻ കൃഷ്ണസ്വാമി, TV ശ്രീനിവാസൻ, ജഗന്നിവാസൻ സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. ചരമം. കുന്നംകുളം പടിഞ്ഞാറയങ്ങാടിയിൽ താമസിക്കുന്ന പനക്കൽ ഉട്ടൂപ്പ് മകൻ ഡെന്നി നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് ആത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ലിസി ഭാര്യയും മിഥു, ഗ്രിഗറി എന്നിവർ മക്കളുമാണ്. സുപ്രഭാതം ദിനപത്രത്തിന്റെ കുന്നംകുളം റിപ്പോർട്ടർ റഫീഖ് കടവലൂരിന്റെ മാതാവ്, കടവലൂർ വടുക്കുമുറി പത്തായത്തിങ്കൽ അയമുണ്ണി ഭാര്യ സുഹറ നിര്യാതയായി. 70 വയസ്സായിരുന്നു. വാഹിദ, അബ്ദുറസാഖ്, റഫീഖ് എന്നിവർ മക്കളാണ്. ഖബറടക്കം വടക്കുമുറി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.